പരസ്പരം മുഖം നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും ഇന്നത്തെ സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഭരണഘടനാ പ്രതിനിധിയായ ആരിഫ് മുഹമ്മദ് ഖാനും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സത്യപ്രതിജ്ഞ സ്റ്റേജിലുണ്ടെങ്കിലും പരസ്പരം മുഖം നോക്കാതെ ഇരുന്നു. 7 മിനിറ്റ് അങ്ങനെ ഇരിക്കേണ്ടി വന്നു. 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരാൾ കടന്നപ്പള്ളി സഗൗരവത്തിലും ഗണേഷ് കുമാർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി പോയി. തൊട്ടുപുറകെ മന്ത്രിമാർ ഓരോരുത്തർ അനുഗമിച്ചു. ആ കൂടെ സ്പീക്കറും പോയി. അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്പീക്കർ അവിടെ ഇരിക്കണമായിരിക്കും. കാരണം ഒരു പക്ഷത്തുമില്ലാത്ത ഒരു വ്യക്തിയാണ് സ്പീക്കർ. അപ്പോൾ അദ്ദേഹം ചായ സൽക്കാരത്തിന് പങ്കെടുക്കണമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും ചായ കുടിച്ചിട്ട് അവിടുന്ന് പോയി. സത്യപ്രതിജ്ഞയുടെ സമയത്ത് രണ്ടുപേരും സഗൗരവത്തിലിരുന്നു. കഴിഞ്ഞ ഉടൻ മുഖ്യമന്ത്രി അല്പം മാറിക്കൊടുത്തു. ഗവർണർ ആ വഴി അങ്ങ് പോയി. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് മലയാളികൾ മുഴുവൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ദൃശ്യം കാണാൻ കൗതുകത്തോടെ ഇരിക്കുകയായിരുന്നു. ഗവർണറുടെ വസതിയിൽ അല്ലെ രാജ്ഭവനിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്നത്. ഒരു വെൽക്കം ഗവർണർക്ക് കൊടുക്കാമായിരുന്നു, എത്ര പിണക്കമുണ്ടെങ്കിലും. കാരണം മുഖ്യമന്ത്രി അങ്ങോട്ട് ഒരു കൈ കൊടുക്കാൻ ശ്രമിച്ചാൽ, കൈ വലിച്ചെങ്കിൽ അത് നാണക്കേടായി പോകും. അത് മുഖ്യമന്ത്രിയോടും കേരള ജനതയോടും അവഹേളനമായി മാറിപ്പോകും. അതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി കൈ അങ്ങോട്ട് കൊടുക്കാതിരുന്നത്. പക്ഷേ ആതിഥ്യ മര്യാദ അനുസരിച്ച് ഗവർണർ എത്ര പ്രശ്നമുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു കൈ കൊടുത്ത് ആ ചടങ്ങ് ഗാംഭീര്യമുള്ളതാക്കുന്നതായിരുന്നു നല്ലത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന ഗവർണറാണേലും ശരി, ഇന്നലെ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പം 4 SFI പ്രവർത്തകർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ച് അദ്ദേഹത്തിന് കരിങ്കൊടി കാണിച്ചത്, അതെന്തായാലും പ്രതീക്ഷിച്ചില്ല ആരും. അത് വേണ്ടായിരുന്നു. അത് ഒന്നുകൂടെ കലിപ്പിലായി. എന്തായാലും 2 പുതിയ മന്ത്രിമാർ വന്നു. ആ 2 വകുപ്പിലും വലിയ മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് തോന്നണില്ല. പക്ഷേ മന്ത്രി ഗണേശന് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നേരത്തെ ട്രാൻസ്പോർട്ട് ഇരുന്നിട്ടുണ്ട്. ചില ഓട്ടോകളൊക്കെ അടച്ച് കാര്യമായി ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ചില പ്രവർത്തനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആ വഴി നടക്കട്ടെ. തനിക്കൊരു വകുപ്പ് കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുകൂടെ പറഞ്ഞു. അത് സിനിമ. അത് കൊടുത്തില്ല. താനൊരു നടനാണ്, സിനിമാ നിർമ്മാതാവാണ് ഒക്കെ ആണെങ്കിലും മുഖ്യമന്ത്രി അത് കൊടുത്തില്ല. അത് കുറച്ചുകൂടെ കലുഷിതമാകും എന്ന് കരുതിയിട്ടാവും ആ വകുപ്പ് കൊടുത്തില്ല. അതേസമയത്ത് രജിസ്ട്രേഷൻ വകുപ്പും പുരാവസ്തു വകുപ്പും മ്യൂസിയവും കടന്നപ്പള്ളിക്ക് കൊടുത്തു. തുറമുഖ വകുപ്പ് അത് ഏതായാലും കൊടുത്തില്ല കടന്നപ്പള്ളിക്ക്. ശ്രീവാസവന് ആണത് കൊടുത്തത്. ഏതായാലും ഭരണഘടനാ പ്രതിനിധികളായ 2 പേരും കൂടെ മുഖം നോക്കാതെ ഇരുന്നത് അത് കേരള ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറും. അതെന്തായാലും ശരിയായില്ല. അതിന് ചീഫ് സെക്രട്ടറി അതുപോലെയുള്ള ഉന്നതരായ ആൾക്കാരും അല്ലെങ്കിൽ DGP അവർ 2 പേരെ ഇടയ്ക്ക് അല്പസ്വല്പം ശകാരം കേട്ടായിരുന്നെങ്കിലും പരസ്പരം 2 പേരും കൈകൊടുത്തു പോകുന്നതായിരുന്നു നല്ലത്. അതെന്തായാലും ഉണ്ടായില്ല. ചായ കൂടി ഉണ്ടായില്ല. പൊതുവെ നോക്കിക്കഴിയുമ്പം അത് കേരളത്തിന് യോജിച്ച ഒരു പ്രവൃത്തിയല്ല 2 പേരും കാണിച്ച് എന്ന് പറയേണ്ടി വരും. ഗവർണറും മുഖ്യമന്ത്രിയും കുട്ടികളെപ്പോലെ പെരുമാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇമ്മച്വറായ ഒരു പെരുമാറ്റമാണ് 2 പേരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. ആരെങ്കിലും ഒരാൾ
അങ്ങോട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ സംസാരിച്ചാൽ മതി. നീ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് കൈ പിൻവലിച്ച് ആരെങ്കിലും ഒരാൾ കൈ പിൻവലിച്ചെങ്കിലോ. അതുകൊണ്ട് ചടങ്ങിന് തൊട്ട് മുമ്പ് രണ്ടുപേരും ഓരോ വാക്കെങ്കിലും കൈമാറണം ആയിരുന്നു. അതുണ്ടായില്ല. ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കുറച്ചുകൂടെ മോശമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ ഒന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതേസമയത്ത് മുഖ്യമന്ത്രി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയപരമായ ഒരു വഴികളിൽ പരസ്പരം രണ്ടുപേരും നടത്തുന്നുമുണ്ട്. പക്ഷേ ഇതുപോലുള്ള പൊതുജനങ്ങളുടെ ഒരു ചടങ്ങാണ്. ഒരു മന്ത്രിസഭയുടെ 2 പുതിയ മന്ത്രിമാർ വരുന്നതും മുഖ്യമന്ത്രി വരുന്നതും ഭരണഘടനാ പ്രതിനിധിയായി ഗവർണർ ഇരിക്കുന്നതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും തമ്മിൽ പോരടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവരുടെ സൗന്ദര്യപ്പണക്കമൊന്നും അല്ല ഇവിടെ ആവശ്യം. ഭരണഘടന അനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ രണ്ടുപേരും ചെയ്തോ ഇല്ല എന്നുള്ളതാണ്. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തീർച്ചയായിട്ടും സന്തോഷകരമായൊരു ചടങ്ങാണ്. പല ആൾക്കാർക്കും അതിനോട് വിയോജിപ്പുണ്ടെങ്കിലും സന്തോഷകരമായ ഒരവസരമാണത്. പൊതുജനങ്ങളത് വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ചെറിയ ചാൾസ് സർക്കാരൊക്കെ വെക്കുന്നത്. അവർ പുതിയ വകുപ്പ് മന്ത്രിയായി വരുന്നവരാണ്. അവരുടെ അണികളുണ്ടാവും. പക്ഷേ എല്ലാ ആൾക്കാരും വന്നു ചേർന്നവർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷൻ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്ര പിണക്കമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിയെങ്കിലും തമ്മിൽ കാണുമ്പം പ്രത്യേകിച്ച് ഭരണഘടനാ പൊസിഷൻ ഇരിക്കുന്നവർ തമ്മിൽ കാണുമ്പം ഹലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയുമെങ്കിലും ചെയ്യും. അത് സാമാന്യ മര്യാദയാണ്. ഇവിടെ അത് ഉണ്ടായില്ല. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കൊച്ചു കുട്ടികൾ കാണിച്ച അവർ തമ്മിലുള്ള പിണക്കം പോലെ ആയിപ്പോയി ഇത്. അതിലേക്ക് ഒരു ഇമ്മച്ചുറായ ഒരു ഡിസിഷനായിട്ട് അത് പറയാനൊക്കെ ഉള്ളൂ. രണ്ടുപേരും അത് കാണിക്കാൻ പാടില്ലായിരുന്നു. അത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള ചടങ്ങിന് മുമ്പിൽ ആ ചടങ്ങിൻ്റെ മാന്യത ഓർത്ത് രണ്ടുപേരും ഒന്ന് ചിരിക്കുക, രണ്ടുപേരും അല്ലെ പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. രണ്ടുപേരുടെയും മുഖം കനീഭവിച്ച് കിടന്നു. അത് വളരെയധികം മുഖത്തിൻ്റെ ആ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഘനഗംഭീരമെന്ന് പറയാം. അത്രമാത്രം രണ്ടുപേരുടെ മുഖത്തിൻ്റെ ഛായയിൽ വ്യത്യാസം വന്നു. അത് പാടില്ലായിരുന്നു. കാരണം ഇതുപോലുള്ള അവസരങ്ങളിൽ ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരും. അപ്പോഴും ഇത് തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനം പാടില്ല. അടുത്ത ദിവസം തന്നെ നമുക്കറിയാം അസംബ്ലി കൂടുന്നുണ്ട്, ബഡ്ജറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് അത് നിയമസഭയിൽ വായിക്കുന്നത് ഗവർണറാണ്. അത് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അനുസരിച്ച് അത് പ്രസംഗം തയ്യാറാക്കി ഗവർണർക്ക് കൊടുക്കുന്നതാണ്. ഗവർണർ അത് വായിക്കും. പക്ഷെ ഗവർണർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഗവർണർ യോജിക്കാത്ത ചില കാര്യങ്ങൾ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് അത് വായിക്കാതെ വിടുകയാണ്. ചില ഗവർണർമാരത് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്ത് അവിടുന്ന് മാറും. അവരത് വായിക്കില്ല. അവരുടെയൊക്കെ ഐഡിയോളജിക്കലായിട്ടോ അവരുടെ നയപരമായ കാര്യത്തിലോ വിയോജിപ്പുള്ള കാര്യമാണെങ്കിൽ അത് ആ സെൻറ്റൻസ് വായിക്കാതെ വിട്ടുപോകുന്നതാണ് പല സന്ദർഭത്തിലും നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അസംബ്ലി കൂടുമ്പം ഇവർ തമ്മിലുള്ള പ്രവർത്തനം ഇപ്പം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മുഖം ആകാൻ പാടില്ല എന്നാണ് നമ്മളെപ്പോലെ ഉള്ളവർ പറയുന്നതും പ്രതീക്ഷിക്കുന്നതും. രണ്ടുപേരും അസംബ്ലിയിലായാലും ശരി ഒരു കൺഫ്രണ്ടേഷൻ്റെ നിലവാരത്തിലേക്ക് പോകാതെ യോജിപ്പോടുകൂടി പൊതുജന സേവനത്തിന് വേണ്ടി പരസ്പരം യോജിപ്പോടുകൂടി വേണം പ്രവർത്തിക്കേണ്ടതെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ച് രണ്ടുപേരും അടുത്ത ചടങ്ങിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകാതെ ഒരേ രീതിയിൽ പ്രവർത്തിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഒരു പ്രവർത്തന മുഖം അല്ലെങ്കിൽ ആ സന്ദർഭോചിതമായി ഒരു സാംസ്കാരിക നിലവാരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നിലവാരം പുലർത്തുമെന്ന് കരുതുന്നു.